നമസ്തേ. 36 വർഷം ഒരു തലമുറയുടെ ആയുസ്, കൂടാരങ്ങളിൽ പിറന്ന മക്കൾ, താക്കോൽ അരയിൽ കെട്ടി മരിച്ച അച്ഛനമ്മമാർ, എന്റെ വീട് ഇന്ന് ഉരുവിടാൻ ഒരു തുണ്ട് മണ്ണ് പോലും ബാക്കിയില്ലാത്ത ജന്മങ്ങൾ. ഇന്ന് ആ അമ്മ സ്വന്തം മുറ്റത്ത് നിൽക്കുന്നു. കാലുകൾക്കിടയിൽ കാശ്മീരിന്റെ മണ്ണ്. 36 വർഷം കൊണ്ട് മറന്നുപോയ ആ സ്പർശം. വാൽനട്ട് മരത്തെ കെട്ടിപ്പിടിച്ച് അവർ പൊട്ടിക്കരയുന്നു. ഇത് വെറും കണ്ണീരല്ല, ഇത് 36 വർഷത്തെ നൊമ്പരത്തിന്റെ പൊട്ടിത്തെറി. ഇത് ഒരു അമ്മയുടെ മാത്രം കഥയല്ല. ഇവരെ പോലെ ലക്ഷക്കണക്കിന് അമ്മമാരുണ്ട്. അവർ ചെയ്ത കുറ്റം എന്താണ്? കോൺഗ്രസിനെ, ഗാന്ധി കുടുംബത്തെ ഇന്ത്യയുടെ ഭരണം ഏൽപ്പിച്ചു എന്ന് മാത്രം. ഇന്ത്യയിൽ നിന്ന് 36,000 കിലോമീറ്റർ അകലെയുള്ള പലസ്തീനു വേണ്ടി പാർലമെന്റിൽ ബാഗ് ധരിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രിയങ്ക ഗാന്ധി സ്വന്തം മുത്തച്ഛന്റെ DNA പങ്കിടുന്ന കാശ്മീർ ഹിന്ദുക്കളുടെ നിലവിളി കേട്ടില്ല. ഭാരതത്തിൽ പലസ്തീനു വേണ്ടി കരഞ്ഞ കണ്ണുകൾ, സ്വന്തം മണ്ണിൽ നിന്ന് തീവ്രവാദികൾ ആട്ടിയോടിച്ച ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചില്ല. ഗാസയിലെ കല്ലിനു വേണ്ടി മെഴുകുതിരി കത്തിച്ചവർ കാശ്മീരിലെ പണ്ഡിറ്റിന്റെ ചോര കണ്ടില്ല. മനുഷ്യാവകാശം വിറ്റ് ജീവിക്കുന്നവർ മൗനം പാലിച്ചു. സെക്യുലർ രാഷ്ട്രീയം കണ്ണടച്ചു. മറവിയിലേക്ക് തള്ളപ്പെട്ട ഒരു വംശഹത്യ. ഒരു കാലമുണ്ടായിരുന്നു, രാഷ്ട്രീയക്കാർ തീവ്രവാദികളുടെ വീട്ടുമുറ്റത്ത് കാത്തുനിന്ന കാലം. ചായ കുടിച്ച് ചർച്ച നടത്തി വെടിനിർത്തൽ വ്യാജിച്ച കാലം. കല്ലെറിഞ്ഞവന് Z+ സുരക്ഷ കൊടുത്ത് കൊല്ലപ്പെട്ട പണ്ഡിറ്റിന്റെ ശവം കാണാതെ പോയ കാലം. പള്ളികളിൽ നിന്ന് അനൗൺസ്മെന്റ് മുഴങ്ങി, കാഫിറുകളെ ഇറങ്ങിപ്പോകൂ, സ്ത്രീകളെ ഇവിടെ വിട്ടിട്ട് പോകൂ. ഒരു രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി. ലോകം മിണ്ടിയില്ല. എന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ ഹിന്ദുക്കൾ, ആ സനാതനികൾ ആയുധം എടുത്തില്ല. ഹമാസിന്റെ 1000 കുറ്റങ്ങൾ മാപ്പാക്കുമെന്ന് പറഞ്ഞ കേരളക്കാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ. ഈ ഹിന്ദുക്കൾ തോക്കെടുത്തത് തീവ്രവാദികൾക്കെതിരെ, ഗവൺമെന്റിനെതിരെ, ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്തില്ല. അവർ സഹിച്ചു, കാത്തിരുന്നു. പിന്നെ ഒരാൾ വന്നു. 36 കൊല്ലത്തെ മൗനത്തിൽ ഒരാൾ അറുതി വരുത്തി. മോദി അല്ല, നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന RSSകാരൻ തന്നെ വേണ്ടി വന്നു. കല്ലെറിയുന്ന കൈവെട്ടി, തോക്ക് പിടിച്ചവനെ കൽത്തുറങ്കിൽ അടച്ചു. 370 എന്ന വ്രണം ഒറ്റ വെട്ടിന് മുറിച്ചു മാറ്റി. നിയമം മാറ്റി, നയതന്ത്രം മാറ്റി, ഭയം മാറ്റി. ഇതാണ് മാറ്റം. ഇന്ന് ആ അമ്മ സ്വന്തം മുറ്റത്ത് നിൽക്കുന്നു. ഇത് വെറും മടക്കമല്ല, തിരിച്ചുപിടിക്കലാണ്. സമാധാനം യാചിച്ചു കിട്ടുന്നതല്ല, സമാധാനം സ്ഥാപിക്കുന്നതാണ്. പ്രകാശം എന്നാൽ ആദ്യ വെളിച്ചം. ആ വെളിച്ചം കണ്ടു തുടങ്ങിയതേയുള്ളൂ. പൂർണ്ണ സൂര്യോദയം ഇനിയും വരാനിരിക്കുന്നു. 36 വർഷങ്ങൾക്ക് ശേഷം കാശ്മീരി ഹിന്ദുക്കൾ തങ്ങളുടെ പിറന്ന മണ്ണിൽ ചവിട്ടിയ ആ അപൂർവ നിമിഷങ്ങളാണിത് നിങ്ങൾ ഈ കാണുന്നത്.